എന്താ പറയാനുള്ളത്? ഇങ്ങനെ നമ്മുടെ പ്രൊഫസസിന് അത് മെമ്പറിന് ബൈറ്റ് എടുക്കണമെങ്കിൽ വെളിയിൽ നിന്ന് ഞങ്ങൾക്ക് പ്രശ്നം നിങ്ങളെ പ്രശ്നം പറയും അത്രേ ഉള്ളൂ. ഇല്ല വെളിയിൽ നിന്ന് ബൈറ്റ് എടുക്കും. ക്യാമറ ആവശ്യമില്ല വിഷയം പാർട്ടിക്കാരെ വിളിച്ചു. ഇല്ല അത് ചെയ്യാൻ പറ്റത്തില്ല. പറ്റും. എന്തുകൊണ്ട് സാറി പോലും മെമ്പറിന് ബൈറ്റ് എടുക്കണമെങ്കിൽ വെളിയിൽ നിന്ന് എടുക്കാം. ബൈക്കിൽ ഞാൻ ഞങ്ങൾ സമരത്ത് പറഞ്ഞു. എന്താ വിഷയം? മെമ്പർ പറഞ്ഞു വെളിയിൽ നിന്ന് എടുത്തോ. വെളിയിൽ എടുക്കുന്നില്ല. എവിടെ ഇങ്ങനെ എടുക്കുന്നു? കാരണം ഇവിടെ എടുക്കുന്നുണ്ടാ കുഴപ്പമൊന്നും ഇല്ല. ഇവിടെ വിഷയമല്ലോ. ഗേറ്റിന് വെളിയിൽ നിന്നിട്ട് എടുത്തോ. ഇല്ല ഞാനിവിടെ സമരം നടത്തുമല്ലേ. ഞാനിവിടെ സമരം നടത്തു. നിങ്ങളുടെ പേരെന്ന് പറയുന്നത് നിങ്ങളുടെ ഗണേഷ് കിതറേ ഗണേഷ് ഒന്നും പറയാനുണ്ട് സാർ? സാർ പറയാനുണ്ട്? പറഞ്ഞു കേൾക്കാം. ഈ പിടിച്ച് പറഞ്ഞാൽ മതി. ഇവിടെ ഞാൻ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇവിടെ വിശ്വസമുദ്ര കമ്പനിക്കെതിരെ ഞങ്ങൾ കുറേ നിവേദനങ്ങൾ നൽകിയതാണ്. പുറക്കാട് പഞ്ചായത്തിലെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികളുണ്ട്. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ മെമ്പർമാരടക്കം ഇവിടെ ഈ ഓഫീസിൽ വന്ന് ഇവിടുത്തെ അധികാരികൾക്ക് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ചെയ്തിരിക്കുന്ന കുറേ വർക്കിലെ പോരായ്മകളെ സംബന്ധിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞാണ്. അവരത് വീണ്ടും ആവർത്തിക്കണം. ഒരു പരിഹാരം പോലും ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് ഈ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. പുറക്കാട് പഞ്ചായത്തിൽ കുടിവെള്ളത്തിൻ്റെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ 31-ാം തീയതിക്കകം പരിഹരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അന്ന് സമരം നടത്താതെ പോയത്. ഇപ്പോൾ ഇവിടെ 5-ാം വാർഡിൽ അവിടെ പൈപ്പ് പൊട്ടിയിട്ട് എല്ലാ വീടുകളുടെയും മുന്നിലേക്ക് പൈപ്പ് പൊട്ടിച്ചെല്ലുകയാണ്. അവർക്ക് വീടുകളിൽ താമസിക്കാൻ കഴിയുന്നില്ല. നിരന്തരം വന്ന് കാണിച്ചിട്ട് ഇവർക്ക് ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അവർ പരിഹരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇപ്പോൾ പുറക്കാട് പഴയങ്ങാടി പമ്പ് ഹൗസിന് മുന്നിൽ അവിടെ പൈപ്പ് പൊട്ടി കിടക്കുന്നു. ആ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി ചെല്ലുന്നത് നേരെ അവിടത്തേക്കാണ്. പെർമിഷൻ കൊടുത്തിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഇത് കൗൺസിലർ फर्स्ट बात करो ഓക്കെ. എന്താ പരിഹരിച്ചെന്ന് നിങ്ങളെന്ത് പരിഹരിച്ചെന്ന് പറ. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വന്നതല്ലേ. എത്ര കാലം നിങ്ങൾക്ക് മാന്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ പിന്നെ കുട്ടികളെ കൊണ്ട് പിടിപ്പിക്കുന്നില്ല. ഞങ്ങൾ പഞ്ചായത്തിന്റെ മെമ്പർമാരാണ്. ഞങ്ങൾക്ക് പറയേണ്ട അതേ എവിടെ ചെന്ന് പറയും. ഞങ്ങൾ എവിടെ ചെന്ന് പറയും. എവിടെ ചെന്ന് പറയാം. നിങ്ങളുടെ പറയണം. നിങ്ങൾ പരിഹാരം കാണാത്ത എന്തുകൊണ്ട് അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്കൊക്കെ പറഞ്ഞു. അവർ വരുന്നുണ്ട്. നിങ്ങൾ ഇതിനെ കൊണ്ട് പറയുന്നത് ഞങ്ങൾ എന്തിന് പെർമിഷൻ? രാവിലെ വന്ന് 2 മണിക്കൂറായിട്ട് ഇരിക്കല്ലേ. നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തോ? 2 മണിക്കൂറായിട്ട് നടപടി എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ രാവിലെ വന്ന് കുത്തിയിരിക്കുകയാണ്. അവിടെ വീടുകളിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. അവിടെ മൊത്തം വെള്ളപ്പൊക്കമാണ്. അപ്രോച്ച് റോഡ് ഇടുന്നില്ല. ഓട പൂർത്തീകരിക്കുന്നില്ല. നിരന്തരം ഇവിടെ വന്ന് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് 30-ാം തീയതി സമരത്തിൽ നിങ്ങൾ തന്നെയല്ല പറഞ്ഞത്. 30-ാം തീയതി എല്ലാ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞില്ല. പ്രസിഡന്റ് അവർ വരും. ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾ ജനങ്ങളെ അറിയിക്കണ്ടേ. ജനങ്ങളെ അറിയിക്കാനുള്ള മാധ്യമമാണ്. ആർക്കെതിരെ പറയുന്നില്ല. ജനങ്ങളെ അറിയിക്കാനുള്ള മാധ്യമമാണ്. അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള ചാനലിന്റെ ആളാണ്. സെക്യൂരിറ്റി ക്യാബിൻ എന്തിനാണ് ഒരു വണ്ടി പെർമിഷൻ ഇവിടെ പുറക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന വിശ്വസമുദ്ര കമ്പനിയുടെ അതായത് കൺസ്ട്രക്ഷൻ വർക്ക് NH ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ്. അപ്പോൾ അവർ ചെയ്ത വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ പഞ്ചായത്ത് അതിർത്തിയിൽ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് പലതവണ നമ്മൾ ഈ ഓഫീസിലെത്തി ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾ പഞ്ചായത്തിലെ മെമ്പർമാർ ഒന്നടങ്കം വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളാകെ തന്നെ പരിഹരിക്കാമെന്ന്, അതായത് ഈ കഴിഞ്ഞ 31-ാം തീയതി ജനുവരി മാസം 31-ാം തീയതിക്കകം പരിഹരിക്കാമെന്ന് വാക്ക് തന്നെയാണ്. പക്ഷേ എന്നാൽ വാക്ക് തന്നെ മാത്രം എങ്കിൽ പോലും ഒരു കാര്യം പോലും ഇതിനെ പരിഹരിച്ചിട്ടില്ല. ഇവിടെ പുറക്കാട് പഞ്ചായത്തിൽ 5-ാം വാർഡിൽ നമ്മുടെ ഹൈവേയിൽ തന്നെ 2 ഭാഗത്തായിട്ട് പൈപ്പ് പൊട്ടിക്കിടക്കാണ്. NH പൈപ്പ് പൊട്ടിയിട്ട് ആ പൈപ്പിലെ വെള്ളം റോഡിലേക്ക് ഒഴുകി സർവീസ് റോഡ് വഴി ഒഴിച്ച് ഓരോ വീടുകളുടെ മുന്നിലേക്ക് പോവുകയാണ്. ആ വീട്ടിലുള്ള വീട്ടുകാർക്ക് അവിടെ വീട്ടിൽ കയറാനോ അവിടെ ഒന്നും ചെയ്യാനോ കഴിയാത്ത സാഹചര്യം. അത് പലതവണ പറഞ്ഞതാണ്. അപ്പോൾ അത്രയും പൈപ്പ് പൊട്ടി ഒലിച്ചിട്ട് പോലും പകരം പുതിയ സംവിധാനം പുതിയ പൈപ്പ് ഇടുന്നുണ്ട്. അത് പുതിയ പഴയങ്ങാടിലെ പമ്പ് ഹൗസിൻ്റെ ഭാഗത്ത് അവിടെ ആ പുതിയ കണക്ഷൻ കൊടുത്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ 8 മാസത്തിന് മേലെയായി നമ്മുടെ കളത്തിപ്പറമ്പ് ഐസ് പ്ലാന്റിന് മുൻവശം ഹൈവേയിലും
അതുപോലെ തന്നെ പഴയങ്ങാടി പമ്പ് ഹൗസിന് വാതിക്കലുള്ള പൈപ്പ് പൊട്ടി പോവുകയാണ്. വാർഡിലെ ജനങ്ങളാകെ തന്നെ പ്രശ്നത്തിലാണ്. ഇത് നിരന്തരം നമ്മൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സർവീസ് റോഡിൽ നിന്നുള്ള അപ്രോച്ച് റോഡുകൾ ആകെ തന്നെ ടാറിയും കിടക്കണം. കാരണം അതിൽ തന്നെ സഞ്ചാരയോഗ്യമല്ല. സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ പ്രദേശത്തേക്കുള്ള റോഡുകൾ ഇപ്പോൾ തന്നെ കുത്തനെ കിടക്കുന്ന ഭാഗത്തൊക്കെ അതിന് ടാർ ചെയ്ത് ആൾക്കാർക്ക് വണ്ടി കയറി പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യണം നിരന്തരം ആവശ്യപ്പെട്ടു. അവിടെ പല വീടുകളുടെ മാർക്ക് പൈപ്പ് പൊട്ടിയിട്ട് പിന്നെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഞങ്ങളതിൻ്റെ ഫോട്ടോ, അതിൻ്റെ ചൈനേജ് നമ്പർ ഉൾപ്പെടെ എടുത്ത് ഫോട്ടോ ഇട്ട് കൊടുത്ത് MLA യുടെ ഓഫീസിൽ നിന്ന് ഇട്ട് കൊടുത്ത് എന്നെങ്കിൽ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. അവർ പല ഒഴിവഴികളാണ് പറയുന്നത്. ഇപ്പോൾ യാതൊരു ലാസ്റ്റ് നിവൃത്തിയില്ല. കാരണം രാത്രിയിലൊക്കെ തന്നെ വെള്ളം കയറുന്ന വീട്ടുകാരൊക്കെ തന്നെ ഞങ്ങൾ മെമ്പർമാരെ വിളിച്ച് ശല്യം ചെയ്യുകയാണ്. ഒരു തരത്തിലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ പറയുന്ന വിശ്വസമുദ്രയുടെ ഓഫീസിൻ്റെ മുന്നിൽ രാവിലെ വന്ന് ഞാൻ സമരം തുടങ്ങി. ഇപ്പോൾ പഞ്ചായത്തിലെ മെമ്പർമാരിലൊക്കെ ഇങ്ങോട്ട് എത്തിച്ചേരും. അവരുടെ വാർഡുകളിലെല്ലാം വിഷയമുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ബന്ധപ്പെട്ട അധികാരികളൊന്നും ചെയ്യുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവർ കൈമലത്തുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം വർക്കുകളെല്ലാം പെൻഡിങ്ങാണ്. ഒന്നും നടക്കുന്നില്ല, ഒറ്റ വർക്കും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാവിലെ തൊട്ട് ഇവിടെ വന്ന് കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. ഇപ്പോൾ ഇവിടെ ഈ ക്യാമറ അവിടെ അതിൻ്റെ അകത്ത് വെച്ച് എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഈ ക്യാമറ ഇതിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അവർ തടയുകയാണ്, സെക്യൂരിറ്റിയെ കൊണ്ട് തടയുകയാണ്. അപ്പോൾ അവരുടെ തർക്കം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ വെളിയിലേക്ക് വെച്ച് ഈ ക്യാമറ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മെമ്പർമാരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേരും. അവരുടെ വാർഡുകളിലെല്ലാം വിഷയമുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ ഈ സമരം തുടരും എന്നാണ് ഇതുമായിട്ട് പറയാനുള്ളത്.